പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബിസിനസ് പരിതസ്ഥിതി, എന്താണ് ബിസിനസ് എൻവയോൺമെൻറ്റ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ബിസിനസ് എൻവയോൺമെൻറ്റ് പ്രാധാന്യം, ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് എൻവയോൺമെൻറ്റ്, ബിസിനസ് പരിതസ്ഥിതിയുടെ പ്രാധാന്യം. ആധുനിക ബിസിനസ് ലോകം മത്സരങ്ങളുടേതായ ഒരു ലോകമാണ്. മത്സരങ്ങളെ നേരിടാൻ കഴിവില്ലാത്തവർ പുറന്തള്ളപ്പെടും. ഏറ്റവും നല്ലത് അതിജീവിക്കും എന്നതാണ് ഇന്നത്തെ സിദ്ധാന്തം. അത് സാധിക്കണമെങ്കിൽ പരിസ്ഥിതിക്കനുസരിച്ച് സ്വയം പൊരുത്തപ്പെട്ടേ തീരൂ. അപ്പോൾ മത്സരങ്ങളെ നേരിടണമെങ്കിൽ നമ്മൾ ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ച് നന്നായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒന്ന്, ബിസിനസ് പരിതസ്ഥിതി പഠിക്കുന്നത് കൊണ്ട്, ബിസിനസ് പരിതസ്ഥിതി അറിയുന്നതുകൊണ്ടുള്ള ഒന്നാമത്തെ പ്രാധാന്യം, മെച്ചം എന്ന് പറയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഗെറ്റിംഗ് ദി ഫസ്റ്റ് മൂവർ അഡ്വാൻറ്റേജ്. ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയലും മുമ്പേ പോകുന്നതിൻ്റെ ഗുണം ലഭിക്കലും, അതാണ് ഒന്നാമത്തെ പ്രാധാന്യം. ബിസിനസ് പരിതസ്ഥിതി പഠിക്കുന്നത് കൊണ്ടുള്ള ഒന്നാമത്തെ മെച്ചം അഥവാ പ്രാധാന്യം എന്ന് പറയുന്നത് ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയുകയും മുൻകൂട്ടി നമ്മൾ മുമ്പേ പോകുന്നതിൻ്റെ ഒരു ഗുണം ലഭിക്കലും ആണ്. Identification of opportunities at an early stage helps the firm to be able to exploit them without losing them to competitors. നമ്മൾ ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ച് പഠിച്ചിട്ട് അവസരങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, അത് ആദ്യത്തെ സ്റ്റേജിൽ തന്നെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ആ അവസരങ്ങളെ പരമാവധി ചൂഷണം ചെയ്തുകൊണ്ട് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ്, നമ്മളുമായി മത്സരിക്കുന്നതിനേക്കാൾ മുമ്പോട്ട് പോകാൻ കഴിയും. അതിന് എക്സാമ്പിൾ, മാരുതി ഉദ്योग ലിമിറ്റഡ് became the leader in the segment of small car market. ഇത് പിന്നെ ഇന്ത്യയിലൊക്കെ ഡീസലിനും പെട്രോളിനും ഇന്ധനച്ചെലവ് വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കി ചെറിയ കാറുകളുടെ നിർമ്മാണത്തിൽ മാരുതി ഉദ്योग ലിമിറ്റഡ് ശ്രദ്ധ കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് അവർക്ക് സ്മാൾ കാർ സെഗ്മെൻറ്റിൽ, ഈ ചെറിയ കാർ സെഗ്മെൻറ്റിൽ മുൻതൂക്കം ലഭിക്കാൻ, ലീഡർ ആയിട്ട് മാറാൻ കഴിഞ്ഞത്. അതാണ് ഒന്നാമത്തെ പ്രാധാന്യം. രണ്ടാമത്തെ, ഐഡൻറ്റിഫൈങ് ത്രെഡ്സ് ആൻഡ് ഏർലി വാർണിംഗ് സിഗ്നൽസ്. ബിസിനസ് പരിസ്ഥിതി പഠിക്കുന്നതുകൊണ്ടുള്ള രണ്ടാമത്തെ മെച്ചാണ് മുൻകൂട്ടിയുള്ള അപകട സൂചനകളും ഭീഷണികളും തിരിച്ചറിയാം. അത് എൻവയോൺമെൻറ്റൽ അവെയർനെസ്, പരിസ്ഥിതിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഹെൽപ്സ് ദ മാനേജേഴ്സ് ടു ഐഡൻറ്റിഫൈ വേരിയസ് ത്രെഡ്സ്. വിവിധ ഭീഷണികളെക്കുറിച്ച് മനസ്സിലാക്കാൻ നമ്മളെ ഈ ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം സഹായിക്കും. അങ്ങനെ പ്ലാൻ ഇറ്റ്സ് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, നമ്മുടെ ഭാവിയിലെ പ്രവർത്തനങ്ങൾ പ്ലാൻ ചെയ്യാനും ഇത് നമുക്ക് സാധിക്കും. ഈ എൻട്രി ഓഫ് എക്സാമ്പിളാണ് എൻട്രി ഓഫ് മൾട്ടിനാഷണൽ കമ്പനീസ് ഇൻ ഇന്ത്യൻ മാർക്കറ്റ് ഗേവ് എ വാർണിംഗ് സിഗ്നൽ ഫോർ ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ടു മേക്ക് സം പ്രിപ്പറേഷൻസ് ലൈക്ക് കോസ്റ്റ് റിഡക്ഷൻ, ഇംപ്രൂവിങ് ക്വാളിറ്റി, റെഡ്യൂസിങ് വേസ്റ്റേജസ്. അപ്പോൾ ഈ ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായിട്ട് മൾട്ടിനാഷണൽ കമ്പനികളിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ അതൊരു നമ്മളെ ആഭ്യന്തര വിപണിയിലുള്ള വ്യവസായങ്ങൾക്ക് അതൊരു സൂചനയാണ്. ഇവിടെയുള്ള വ്യവസായങ്ങൾക്ക് അതൊരു സൂചന കൊടുത്തു. എന്താണ്? അവരതിൻ്റെ അടിസ്ഥാനത്തിൽ കോസ്റ്റ് റിഡക്ഷൻ നടത്തി, ചെലവ് ചുരുക്കി, ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്തു, പിന്നെ റെഡ്യൂസിങ് വേസ്റ്റേജ് കുറച്ചു. അങ്ങനെ മൾട്ടിനാഷണൽ കമ്പനിയോട് മത്സരിക്കാൻ കഴിയുന്ന രീതിയിൽ അവർ സ്വയം മാറി.
അത് ആണ് ഈ ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നതുകൊണ്ടുള്ള രണ്ടാമത്തെ മെച്ചാണ് ഐഡൻറ്റിഫൈങ് ത്രെറ്റ്. ഭീഷണികൾ മുൻകൂട്ടി കാണാൻ കഴിയും. മൂന്നാമത്തെ ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്. ഉപകാരപ്രദമായ വിഭവങ്ങൾ സ്വായത്തമാക്കുക. എന്ന് പറഞ്ഞാൽ എൻവയോൺമെൻറ്റ് പ്രൊവൈഡ്സ് വേരിയസ് റിസോഴ്സസ് ടു ദ ബിസിനസ് ലൈക്ക് മെറ്റീരിയൽസ്. അസംസ്കൃത വസ്തുക്കൾ. ബിസിനസ്സിന് ഒരുപാട് വിഭവങ്ങൾ ഈ ബിസിനസ്സിന് ചുറ്റുപാട് നൽകുന്നുണ്ട്. അസംസ്കൃത വസ്തുക്കൾ ബിസിനസ്സിൻ്റെ ചുറ്റുപാട് കിട്ടുന്നതാണ്. മെഷീനറി ബിസിനസ്സിൻ്റെ ചുറ്റുപാട് കിട്ടുന്നതാണ്. വാട്ടർ, ഫിനാൻസ്, ഇലക്ട്രിസിറ്റി, ലേബർ, ഇതൊക്കെ ബിസിനസ് പരിസ്ഥിതിയിൽ നിന്ന് കിട്ടുന്ന വിഭവങ്ങളാണ്. ഈ വിഭവങ്ങളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? വളരെ ഉപകാരപ്രദമായ രീതിയിൽ ഉപകാരപ്രദമായ വിഭവങ്ങൾ ഇതിൽ നിന്ന് സ്വായത്തമാക്കാൻ നമുക്ക് ഈ ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ച് പഠിച്ചാൽ കഴിയും. ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ ഈ ഉപകാരപ്രദമായ വിഭവങ്ങൾ സ്വായത്തമാക്കാൻ, ടാപ്പിംഗ് യൂസ്ഫുൾ റിസോഴ്സസ്, അതിന് നമുക്ക് കഴിയുള്ളൂ. അടുത്തത് ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ച് പഠിക്കുന്നതുകൊണ്ടുള്ള അടുത്ത മെച്ചം കോപ്പിംഗ് വിത്ത് റാപ്പിഡ് ചേഞ്ചസ്. പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളെ, സത്വരമായ മാറ്റങ്ങൾ വിജയപ്രദമായി നേരിടാൻ, പെട്ടെന്നുണ്ടാകുന്ന ബിസിനസ്സിനുണ്ടാകുന്ന മാറ്റങ്ങൾ നേരിടാൻ സഹായിക്കും ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം. ബിസിനസ് എൻവയോൺമെൻറ്റ് ഈസ് ഹൈലി ഡൈനാമിക്. നേരത്തെ നമ്മൾ പഠിച്ചു. ബിസിനസ് പരിസ്ഥിതി എന്ന് പറയുന്നത് എന്താണ്? ഡൈനാമിക്കാണ്, ചലനാത്മകമാണ്. ചേഞ്ച് ഇൻ മാർക്കറ്റ് കണ്ടീഷൻ, ടെക്നോളജി, കോമ്പറ്റീഷൻ, ഇതിലൊക്കെ മാറ്റങ്ങളുണ്ടാകും. ഈ മാറ്റങ്ങളെ മനസ്സിലാക്കി മാനേജേഴ്സിന് എന്ത് ചെയ്യുക? മുൻകൂട്ടി അതിനെ നേരിടാനുള്ള പ്ലാനുകൾ, നേരിടാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കും ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം. അപ്പോൾ പ്രോപ്പർ എൻവയോൺമെൻറ്റ് സ്കാനിങ്, ഇടയ്ക്കിടയ്ക്ക് പരിസ്ഥിതിയെ നിരീക്ഷിക്കുക, സ്കാൻ ചെയ്യലും മാനേജേഴ്സ് ചെയ്യണം. അപ്പോൾ ഈ മാറ്റങ്ങളെ നേരിടാൻ ബിസിനസ്സിനെ സഹായിക്കും. അടുത്തതാണ് അഞ്ചാമത്താണ് അസിസ്റ്റിംഗ് ഇൻ പ്ലാനിങ് ആൻഡ് പോളിസി ഫോർമുലേഷൻ. ആസൂത്രണത്തിലും നയരൂപീകരണത്തിലും സഹായിക്കൽ. അപ്പോൾ ഈ ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം ഈ മാനേജേഴ്സിന് പ്ലാനിങ്ങിന് സഹായിക്കും. ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള എൻവയോൺമെൻറ്റ് സ്കാനിങ് നടത്തുമ്പോൾ, പരിസ്ഥിതിയെ നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമായ വൈറ്റൽ ഇൻഫർമേഷൻ, പ്രധാനപ്പെട്ട വിവരങ്ങൾ കിട്ടും. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഫ്യൂച്ചർ കോഴ്സ് ഓഫ് ആക്ഷൻ, ഭാവിയിലെ പരിപാടികൾ തീരുമാനിക്കാം. അതിനാണ് പ്ലാനിങ് എന്ന് പറയുന്നത്. അങ്ങനെ പോളിസി ഫോർമുലേഷൻ, അതുപോലെ നയരൂപീകരണത്തിനൊക്കെ ഈ ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം സഹായിക്കുന്നു. അടുത്ത പോയിൻ്റാണ് ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് പെർഫോമൻസ്. പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന് സഹായിക്കുന്നു. ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം, പരിസ്ഥിതികൾ തുടർച്ചയായി നിരീക്ഷണം നടത്തിയാൽ ബിസിനസ്സിൻ്റെ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ കഴിയും. ഈ 6 പോയിൻ്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. ബിസിനസ് പരിസ്ഥിതി പഠിക്കുന്നതുകൊണ്ടുള്ള മെച്ചങ്ങൾ: 1, ബിസിനസ് അവസരങ്ങൾ തിരിച്ചറിയലും മുമ്പേ പോകുന്നതിൻ്റെ ഗുണം ലഭിക്കലും. 2, മുൻകൂട്ടിയുള്ള അപകട സൂചനകൾ തിരിച്ചറിയാൻ പറ്റും. 3, ഉപകാരപ്രദമായ വിഭവങ്ങൾ സ്വായത്താക്കാൻ പറ്റും. 4, പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾ വിജയപരമായി നേരിടാൻ കഴിയും. 5, ആസൂത്രണത്തിലും നയരൂപീകരണത്തിലും ഈ ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം സഹായിക്കുന്നു. 6, പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് പരിസ്ഥിതിയെക്കുറിച്ചുള്ള പഠനം സഹായിക്കുന്നു. ഈ 6 പോയിൻ്റുകൾ